പിന്നെ നമുക്ക് ഒരു ചെറിയ പെഡൽ ബോട്ടുള്ള സംവിധാനങ്ങളുണ്ട്, മീനുകളൊക്കെ ഉണ്ട് കുളത്തിൽ. ഈ ഒരു കാഴ്ച അടിപൊളി കാഴ്ചയാണ്. കാരണം മലയാളികൾ എന്തായാലും ഇവിടെ വരണം കേട്ടോ. കാരണം ചെറിയ നോക്ക് എന്ത് ഭംഗിയുണ്ട് നോക്ക്, അടിപൊളിയല്ലേ. ഒരു ചെറിയ ഒരു ഫാമിലിക്ക് നമുക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനും ഉണ്ടാക്കാനും കഴിക്കാനും ആസ്വദിക്കാൻ പറ്റിയ ഒരു ഭംഗിയുള്ള ഒരു വുഡൻ ഹട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ ഭാഗത്തുള്ള കാഴ്ചകളാണ് ഈ സൈഡിലൊക്കെ കാണുന്നത്. അവിടെ നമുക്ക് നല്ലൊരു ചെറിയ മഡ് ഹൗസ് കാണാം. വളരെ മനോഹരമായിട്ടുള്ള അടിപൊളി ഒരു സംഭവം കേട്ടോ. മരങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അടുത്ത് തന്നെ, നല്ല തണുപ്പായിരിക്കും. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറി നോക്കാം. ഇതൊക്കെ നോക്ക്, നല്ല ഭംഗിയിൽ മരത്തിൻ്റെ ഒരു സെറ്റപ്പിലാണ് ആക്കി വെച്ചത്. കണ്ടോ, ചെറിയൊരു ഇതൊക്കെ ഉണ്ട്, ഒരു ഫാനുണ്ട്. ഇതിനുള്ളിൽ പ്രൊവൈഡ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു കാർപ്പറ്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചെറിയൊരു ഹട്ട് നമുക്കിതാ ഇതുപോലെ ഇങ്ങനെ ഇവിടെ നിന്ന് ഇരിക്കാം. നമ്മളിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല എന്താ പറയുക, ഒരു അടിപൊളി ഒരു ഫീലിംഗ് ആണ്. മുകളിലേക്ക് ഇവിടെ നമ്മൾ ചാരി കിടക്കുക, ഒരു ഫാമിലിക്ക് സെറ്റപ്പാണ്. ഇതാണിപ്പോൾ നമ്മൾ കണ്ട കോട്ടേഴ്സ് എന്ന് പറഞ്ഞത്. ഒരു പ്രത്യേക ഷേപ്പിൽ കേട്ടോ, അടിപൊളി. ഇനി നമ്മൾ അതിനപ്പുറത്തേക്കുള്ള മഡ് കോട്ടേഴ്സുകളുണ്ട്, അതെല്ലാം നോക്കാം. അപ്പോൾ നമ്മൾ പുറത്തേക്ക് പോയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. ഇത് ലൊക്കേഷൻ ഇതാണ് മെയിൻ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ. ചെറിയൊരു എൻട്രൻസ് ആണ്. ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട്. ഇതിലാണ് പോവേണ്ടത്. നമ്മൾ കുറച്ച് കൺഫ്യൂഷനാണ്. ഈ റോഡ് കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങ് എത്താൻ. അപ്പോൾ അതാ നമ്മളിവിടെ എത്തി. ഒരു അടിപൊളി പൂളുണ്ട്, ഒരു നല്ലൊരു പൂള്. പിന്നെ അവിടെ ഒരു മഡ് ഹൗസ് ഉണ്ട്. ഇവിടെ ഒരുപാട് ചെറിയ ഹട്ടുകളാണ് കാണുന്നത്. ചെറിയ ശരിക്കും പറഞ്ഞാൽ വുഡ് ഹൗസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ നമ്മളെ വുഡ് ഹൗസ്, ഇത് നമ്മൾ കയറി നോക്കാം. ബാത്റൂം ഫെസിലിറ്റീസ് ഒക്കെ ഇതിനടുത്ത് തന്നെ ഉണ്ട്. ഇത് അടുത്തൊരു കോട്ടേജാണ്. ഇവിടെ ഒരു കോട്ടേജ് നമുക്ക് കാണാം, ഇതും ഇതിനുള്ളിലുണ്ട്. പിന്നെ അവിടെ ഒരു മജ്ലിസ്, ചെറിയ ഇത്. പിന്നെ അവിടെ ഭാഗത്തൊക്കെ ഒരുപാട് പച്ചക്കറികളും. അപ്പോൾ നമ്മൾ ഇതിനുള്ളിലുള്ള കാഴ്ചകൾ നോക്കാം. ഇവിടെയാണ് നമ്മളെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള അടിപൊളി ഒരു സംഭവം കേട്ടോ. മരങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അടുത്ത് തന്നെ. ചെറിയൊരു ഡോറ്, ഉള്ളിലേക്ക് കയറി നോക്കാം എന്താണെന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ഇതുപോലത്തെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു സംഭവം. നമ്മളിങ്ങനെ കയറി നോക്കുക. അടിപൊളി ഒരു ഫാനുണ്ട്. ഇതിനുള്ളിൽ പ്രൊവൈഡ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു കാർപ്പറ്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2-3 പില്ലോസുകൾ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ നമ്മളൊരു പ്ലഗ് ഇവിടെ ഉണ്ട്, നമുക്ക് ചാർജ് ചെയ്യാനും പരിപാടികളൊക്കെ. ഈ ഭാഗമൊക്കെ മരം തന്നെയാണ്, നല്ല ഭംഗിയിലുള്ള. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് അവർ. ഞാനിപ്പോൾ ഒരു ഫാമിലി പോയതേ ഉള്ളൂ. നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഡിസിൻഫെക്റ്റ് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ നമ്മളെ ഈ സിറ്റുവേഷനിൽ അങ്ങനെ വേണമല്ലോ. അപ്പോൾ അടിപൊളി. അപ്പോൾ ഇതിനുള്ളിലത്തെ കാഴ്ചകൾ എങ്ങനെയാണ്? അപ്പോൾ ഇതുപോലെയാണ് എല്ലാത്തിലും. ഇവിടെ ഫാനുണ്ട്, ചെറിയൊരു ഹട്ട്. നമുക്കിതാ ഇതുപോലെ ഇങ്ങനെ ഇവിടെ നിന്ന് ഇരിക്കാം. നമ്മളിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല എന്താ പറയുക, ഒരു അടിപൊളി ഒരു ഫീലിംഗ് ആണ്. ഇവിടെ നമ്മൾ ചാരി കിടക്കുക, ഒരു ഫാമിലിക്ക് സെറ്റപ്പാണ്. 50 ദിർഹംസ് ആണ് ഒരാൾക്ക് ഇവിടെ ചാർജ് ചെയ്യുന്നത്. ഒരു ഫാമിലിയാണ് 200 ദിർഹംസ് ആ റേഞ്ചിലാണ്. ഇനി നമ്മൾ അതിനപ്പുറത്തേക്കുള്ള മഡ് കോട്ടേഴ്സുകളുണ്ട്, അതെല്ലാം നോക്കാം. അപ്പോൾ നമ്മൾ പുറത്തേക്ക് പോയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. അപ്പോൾ ഇനി അടുത്തതിലേക്ക് നമ്മൾ പോയി നോക്കാം. ഇതാണിപ്പോൾ നമ്മൾ കണ്ട കോട്ടേഴ്സ് എന്ന് പറഞ്ഞത്. ഒരു പ്രത്യേക ഷേപ്പിൽ കേട്ടോ, അടിപൊളി. പിന്നെ ഇവിടെ എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു ഏരിയയാണ്. ഈ മരമൊക്കെ ഉണ്ടോ പ്രത്യേകമായിട്ട് കട്ട് ചെയ്ത് ഒക്കെ നല്ല നാച്ചുറൽ രീതിയിലാട്ടോ ഇവിടെയൊക്കെ ചെയ്ത്. ഇനി ഇവിടെ ഒരു പൂളുണ്ട്, ഒരുപാട് മത്സ്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ പോയി നോക്കാം. പിന്നെ ഇവിടെ കുഞ്ഞ് ഒരു ഹട്ട്. അടുത്തത് വേറൊരു ഹട്ടിൻ്റെ അടുത്തേക്കാണ്. ഇതും ഒരു വുഡൻ ആയിട്ടുള്ള ഒരിതാണ്. ഇത് കാരണം മലയാളികൾ എന്തായാലും ഇവിടെ വരണം കേട്ടോ. കാരണം ചെറിയ നോക്ക് എന്ത് ഭംഗിയുണ്ട് നോക്ക്,
അടിപൊളിയല്ലേ? ഒരു ചെറിയ ഒരു ഫാമിലിക്ക് നമുക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനും ഒരു വുഡൻ ഹട്ട് എന്ന് വേണം പറയാം. ഇതിൻ്റെ ഭാഗത്തുള്ള കാഴ്ചകളാണ് ഈ സൈഡിലൊക്കെ കാണുന്നത്. നമുക്ക് ഈ ഒരു ഇതും കൂടി ഒന്ന് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇതിൻ്റെ പുറമെ നമുക്ക് കണ്ടോ ചെറിയ മരത്തിൻ്റെ ഒരു ഇതിലാണ് ഇത് വെച്ചത്, ഇങ്ങനെ സ്റ്റാൻഡപ്പ് ചെയ്തത്. നമ്മൾ അടുത്തുള്ളതൊക്കെ നമുക്ക് കാഴ്ചയിൽ കാണാവുന്നതാണ്. നമ്മൾ ഇതിനുള്ളിലേക്ക് കയറാം. വരുമ്പോൾ എന്തെങ്കിലും സാധനം വെക്കാൻ ചെറിയൊരു മരത്തിൻ്റെ ഒരു സംഭവമുണ്ട്. ഇത് കണ്ടോ ഡോറ് തുറന്നിട്ടതാണ്. പവർ പ്ലഗും ഫാനും സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഒരു ചെറിയ വാതിൽ, നല്ല ഒരു കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഫ്ലൈറ്റുകൾ ഇങ്ങനെ പോകുന്നത് കാണാം. അതൊരു ചെറിയൊരു ഫ്ലൈറ്റാണ് പോകുന്നത്. റാസൽ ഖൈമ എയർപോർട്ട് അവിടെ തന്നെയാണ്. ഇതിന് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഇവിടെ ഒരു മജ്ലിസ് കാണാം. നമുക്ക് എന്തെങ്കിലും വൈകുന്നേരം എന്തെങ്കിലും പാർട്ടികളൊക്കെ നടത്താൻ വേണ്ടിയിട്ട്. ബാർബിക്യൂ വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇവിടെ ചെയ്യാവുന്നതാണ്. ഇതുപോലെ മരത്തിൻ്റെ ഈ ഇരിപ്പിടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഇതുപോലത്തെ സംഭവങ്ങളാട്ടോ. ഇപ്പം ഞാൻ ഇരിക്കുന്നത് മരത്തിൻ്റെ ഒരു ഇതിലാണ്. ഇവിടെ എല്ലാം നാച്ചുറൽ രീതിയിലാണ്. നമുക്ക് ബോട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട് ഈ പോണ്ടിൽ. അപ്പോൾ ഇനി നമ്മൾ ഇതാണ് ചെറിയ കുളം, മീനുകളൊക്കെ ഉണ്ട്. നമ്മളിനി അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നതാ. ഈ ഭാഗത്തുള്ള മൊത്തം നിങ്ങൾ കാണുന്നതാണ്. ഇത് മഡിൻ്റെ ടൈപ്പാട്ടോ, മണ്ണ് കൊണ്ട് തനി നാടൻ രീതിയിൽ കണ്ടോ, മണ്ണാണിത്. നാടൻ രീതിയിലുള്ള ഒരു മഡ് ഹൗസാണ് ഈ കാണുന്നത്. കണ്ടോ എങ്ങനെയുണ്ട്? മഡ് ഹൗസാണ് ഈ കാണുന്നത്. ഇനി നമുക്ക് ഇതാ ബാർബിക്യൂ ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റിയും ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് കൊണ്ടുവരാം, എന്നിട്ട് ഇവിടെ ബാർബിക്യൂ ചെയ്യാം. പിന്നെ കുട്ടികൾ കളിക്കാനുള്ള ഒരു സംഭവം, നല്ല വലിയൊരു മരം. ആ മരത്തിൽ നമുക്ക് ചെറിയൊരു സ്റ്റേജൊക്കെ മോഡലിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതാ മുന്നേ എങ്ങനെയുണ്ട് തന്നെ? അടിപൊളി. അപ്പോൾ ഇതൊരു അടിപൊളി സംഭവം കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ കണ്ടോ, കുട്ടികൾക്ക് ഇതുപോലെ ഇങ്ങനെ കയറി പോവാം, ഇവിടെ ഇരിക്കുക. അപ്പോൾ നമ്മളിതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ഇവിടെ ഒരു പാലമാണ്. ആ പാലം എന്ന് പറയുമ്പോൾ നേരെ കണ്ടോ, ഇതിൽ ഒരുപാട് നടന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെയുള്ള പച്ചക്കറികളും അതെല്ലാം കാണാം. അപ്പോൾ ഈ നമുക്ക് ചെറിയൊരു നടപ്പാത ഉണ്ട്. ഇതിലൊക്കെ നടന്ന് നമുക്ക് എല്ലാ കാഴ്ചകളും കാണാം. രണ്ട് സൈഡിൽ ഒരുപാട് മൃഗങ്ങളുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോവാം. അതിന് മുമ്പായിട്ട് ഞാൻ ഒരു കാഴ്ച കാണിച്ചു തരാം. ഈ നോക്കിയത് നിങ്ങൾ, എന്താണ് ഇതിൻ്റെ ഒരു ഭംഗി. വലിയൊരു മരം, ആ മരത്തിൻ്റെ ഇവിടെ ഇങ്ങനെ ആയിട്ട് കയറി വരാനുള്ള സെറ്റപ്പ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാൻ ഇവിടെ ഇങ്ങനെ ചെറിയൊരു ചെയറോ സ്റ്റൂളോ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ഇവിടെയുള്ള കാഴ്ചകൾ മൊത്തം കാണാം. തനി നാടൻ രീതിയിൽ നമ്മളെ ഹട്ടുകളൊക്കെ അതിനുള്ളിൽ കൂടെ കാണാം. ഇത് പുളിമരാന്ന് തോന്നുന്നു, നമ്മുടെ നാട്ടിലുള്ള വാളപ്പുള്ളില്ലേ. പിന്നെ ബാർബിക്യൂ ചെയ്യണം, കുളവും പോണ്ടും. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സെറ്റപ്പ് ഉണ്ട്. ഇതിനുള്ളിൽ കൂടെ അങ്ങനെ സ്ലൈഡ് ചെയ്ത് പോവാം. അപ്പോൾ ഇത് ഒരു കിടിലൻ കാഴ്ചയാണ് കേട്ടോ. ഇവിടെ ഒരു കിടിലൻ കാഴ്ച. വെറും 50 ദിറംസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാം. 200 രൂപയാണ് ഫാമിലിക്കുള്ളത്. അപ്പോൾ ഞാൻ താഴത്ത് പോയിട്ട് ആ ഭാഗത്തുള്ള കാഴ്ചകൾ കാണാം. ഇനി നമ്മൾ ഇങ്ങോട്ടുള്ള കാഴ്ചകൾ, ഇതിൻ്റെ ഉള്ളിലേക്കുള്ള സംഭവങ്ങൾ നോക്കാം. നടന്നു പോകുമ്പോൾ ഒരു പാലമാണ് ഇട്ടത്. നടന്നു പോകുമ്പോൾ ചെറിയൊരു കുലുക്കുണ്ട്. രണ്ട് സൈഡിലായിട്ട് തനി എന്താ പറയുക ഈ ഒരു ചളിയും അതുപോലെ കൃഷിയും വഴുതനങ്ങയും കുമ്പളവും ഒക്കെ രണ്ട് സൈഡിലായിട്ട് നാരങ്ങ കാണാം. ഇത് നടക്കുമ്പോൾ തന്നെ ഒരു കുലുക്കുണ്ട്, അത് വീഡിയോയിൽ കാണില്ല. ഇവിടെ നമ്മൾ ചോളം കാണട്ടോ. ആ ദൂരത്ത് നമുക്കിതാ ഒരുപാട് സംഭവങ്ങളൊക്കെ കാണാനുണ്ട്. അവരൊക്കെ അങ്ങോട്ട് നടന്നു പോയി. അടിപൊളി വാക്കിംഗ് വേ ആണ്. കിടിലൻ ഒരു നൈറ്റ് സ്റ്റേ ഒക്കെ അടിപൊളിയാക്കി സെറ്റപ്പ് ആക്കാനുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. കിടിലൻ കാഴ്ചകളാട്ടോ. കിടിലൻ കാഴ്ചകൾ പറഞ്ഞാൽ ഒന്നും പറയാനില്ല. എന്തായാലും ഇതിന് ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് വരിക, നോക്കുക, ഇതിന് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക, എന്നിട്ട് വരിക. എന്താ ഇതൊക്കെ ഓരോ മരങ്ങളാണ്. എന്ത് മരമാണെന്നുള്ളത് എനിക്കറിയില്ല. ഇതെന്ത് മരമാണ്? ഇതിലെങ്ങനെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ ഇതിന് മുകളിൽ നിന്ന് കാണാം. അതായത് ഇതൊരു സൂ ആണ് ആക്ച്വലി. ഈ സോണിൻ്റെ മുകളിലുള്ള എല്ലാ കാഴ്ചകളും നമുക്ക് അവിടെ വലിയൊരു യമുണ്ട്. അതുപോലെ ഇവിടെ കഴുതകൾ, ഒട്ടകം അവിടെ ദൂരത്ത് കാണാം. കുട്ടികൾക്ക് വന്ന് ആസ്വദിക്കാൻ പറ്റിയ എല്ലാ കുതിര അവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫാമും അതിനോടനുബന്ധിച്ചുള്ള ഒരു ഹോം സ്റ്റേയും ഒരു കിഡിൽ അനുഭവം. ഒരുപാട് കിളികൾ അവിടെ ദൂരമുണ്ട്.
അപ്പോൾ അതാ നമ്മൾ കഴുതകളൊക്കെ അതാ ഇഷ്ടം പോലെ നമുക്ക് കാണാം അവിടെ. പിന്നെ അതാ ഈ ഭാഗത്ത് അതിന് കൃഷിത്തോട്ടം, നല്ല നാരങ്ങയാണ് കേട്ടോ. നാരങ്ങ അതാ മഞ്ഞ നിറത്ത് നാരങ്ങ ഇവിടെ ദൂരത്ത് കാണാം. നമ്മൾ വന്ന വഴിയാണിത്. നമ്മൾ ഹോം സ്റ്റേ ചെയ്യേണ്ട സ്ഥലം അവിടെയാണ്. അപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ട് നടന്നു പോവാം. പക്ഷെ ഇത് നടക്കുമ്പോൾ ഒക്കെ നല്ല രസമാട്ടോ, നല്ലൊരു വൈബാണ്. നമ്മൾ പോയ വഴിയാണ് കേട്ടോ അത്. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ അങ്ങോട്ട് പോയ പാല ബ്രിഡ്ജാണിത്. ഇവിടെ നാരങ്ങത്തോട്ടം ഇഷ്ടംപോലെ നാരങ്ങ ഉണ്ട്. നാരങ്ങ ഒരു നാടൻ വൈബ് ഫീൽ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ എല്ലാവരും ഇവിടെ വരിക. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. 50 ദിറംസ് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി ഒരു സ്റ്റേ. ഫുഡ് ഉണ്ടാവില്ല, ഫുഡ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി കിച്ചൺ ഉണ്ട്, കോമൺ കിച്ചൺ ഉണ്ട്, അതുപോലെ തന്നെ ബാർബിക്യൂ സെറ്റ് ചെയ്യാൻ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. എല്ലാവരും നോക്കുക, ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഫാമിലി വരികയാണെങ്കിൽ ഒരു ഹട്ട് മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ 200 ദിറംസ് ആണ്. പിന്നെ ഇതിന് കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫാമാണ് ഏറ്റവും നല്ലൊരു സംഭവം. എവിടെ അനാറല്ലേ? നല്ല പച്ച എന്ന് പറഞ്ഞാൽ തനി പച്ചക്കറി തോട്ടമാണ് കാണുന്നത്. ഇവിടെ പ്രാവുകളുണ്ട്, ഇവിടെ കുയിലുണ്ട്, കാട, പ്രാവുകൾ ഇത് അവിടെ കാണാം. കുയിലിടെ പിന്നെ കുയിലിതായത് ഉണ്ട്. നല്ലൊരു യമണ്ട കുതിര അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ, ബ്ലാക്ക്. ഇത് നല്ല ഭംഗിയുള്ള ഒരു വൈറ്റ് കുതിര, നല്ല രസമുണ്ട് കാണാൻ.